ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ ഡെയിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഡേ നോക്കിക്കേ, ഹായ് പറ. വാ. അങ്ങനെ ഞങ്ങൾ കണ്ടക്കടവിൽ വന്നിട്ടുണ്ട്. അപ്പം സാന്ദ്രയും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ച് വന്നപ്പോഴും നല്ല മഴയായിരുന്നു. നല്ല മഴയാണെങ്കിലും അതിന് പുറത്താട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നത് വിശാലിലാണ് 2-3 വീട്ടിൽ കിട്ടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലേണ്ട താമസം ഡാനിക്കും ഡേനിക്കും ഭയങ്കര സന്തോഷമായി. ഓടി നടന്ന് ഓരേന്നൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 നിക്കറും 2 ബനിയനും പിന്നെ കുറച്ച് ടവല്, അങ്ങനെ കുറച്ച് സാധനം, പിന്നെ ചവിട്ടിയൊക്കെ വാങ്ങിക്കണമായിരുന്നു വീട്ടിലായിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും സെറ്റ് അടിപൊളി ഒരു മഴ. ആ മഴയത്തൊരു കുട പോലും ഇല്ലാതെ നനഞ്ഞ് കുളിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ മറ്റേ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കണമായിരുന്നു ഇവന്മാർക്ക്. അങ്ങനെ വാട്ടർ ബോട്ടിലൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഒന്നും. അങ്ങനെ സാന്ദ്ര പോയി കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് പോയിട്ടൊരു ഷാർജ ഷേക്ക് അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ ഷാർജ ഷേക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ എല്ലാം അമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് വെച്ച്. അങ്ങനെ അപ്പൻ്റെ കുഴിക്കേ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വേഴ്സും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ജിനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത്. എൻ്റെ അപ്പനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പം മരിച്ചു പോയിട്ട് അടുത്ത മാസം 6 മാസമാകുവാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അപ്പം മരിച്ചു പോയത്. ഡെയിൻകുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇതൊരു ആഘോഷമൊന്നും അല്ല, ചെറിയൊരു രീതിയിലൊരു കേക്ക് കിട്ടിങ്ങി. അപ്പനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം എന്താ പറയുക, അവന് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു വിനോപ്പൻ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ വരും. അവൻ എപ്പോഴും ചോദിക്കും, എൻ്റെ ബർത്ത്ഡേക്ക് വരുക വിനോപ്പൻ എണീക്കുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു അങ്കമാരെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു കേക്ക് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ കേക്കൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. 6 മാസം പോലും ആയിട്ടില്ല അപ്പം മരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ സങ്കടം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, വിനോപ്പം വരുമെന്നും അവനെ നോക്കിയിരിക്കുമായിരുന്നു പുള്ളി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തത്. എപ്പോഴും പറയും വിനോപ്പൻ്റെ കാര്യം. അപ്പം അങ്ങനെ ദിനീഷേട്ടൻ ഇച്ചിരി ബിരിയാണിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് കഴിഞ്ഞ് ആൻറ്റിമാർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടണം കേട്ടോ.